നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായാണ് തുടരുന്നത്. പല ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞും തെറ്റായ ആരോപണം ഉന്നയിച്ചും ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുകയും അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നത് ഇന്ന് പല സംസ്ഥാനങ്ങളിലും നിത്യസംഭവമാണ്. മാത്രമല്ല, നിരപരാധികളെ പോലും പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് സത്യത്തിൽ ഹിന്ദുത്വവാദികൾക്ക് ഒരു വിനോദമായി തീർന്നിരിക്കുന്നുവെന്ന് തന്നെ പറയാം. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷത്തിന് നേരെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളും വർദ്ധിച്ചു വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ നിന്നും പുറത്തു വരുന്നത്. പള്ളി നിർമ്മിക്കുന്നത് ലവ് ജിഹാദിലേക്ക് നയിക്കുമെന്ന് അവകാശപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞിരിക്കുകയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ. പള്ളിയുടെ സാന്നിധ്യം പ്രദേശത്തെ ലവ് ജിഹാദ്, കന്നുകാലി കശാപ്പ്, അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റം എന്നിവ വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ നിർമ്മാണം തടഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന വാദം. ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നത്. പള്ളി പണിയുന്നതിനെതിരെ നാട്ടുകാരെ അണിനിരത്തി ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നതിന് കാരണമായെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പള്ളി പണിയുന്ന പ്രദേശത്തിന് സമീപം ജനക്കൂട്ടത്തെ എത്തിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. നിർമ്മാണം നിർത്തിയില്ലെങ്കിൽ പ്രദേശത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കുമെന്നും ഇവർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വൻ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉയരുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും കയറി കൈകടത്താൻ ഹിന്ദുത്വവാദികൾക്ക് അധികാരം കൊടുത്തത് ആരാണ്? മോദിയോ അതോ മോദി സർക്കാരോ? സ്വന്തം മതത്തിന്റെ പേരിൽ ഇത്രയധികം കൊടുമ്പിരി കൊള്ളാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. അതോ വിശ്വഗുരുവായ മോദിയുടെ ആജ്ഞപ്രകാരമാണോ ഇത്തരത്തിൽ വർഗീയത അഴിച്ചുവിടുന്നത്? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് നിലവിൽ സംഭവത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്നത്. സത്യത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ പതിവാണ്. സംസ്ഥാനത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും വ്യാപകമായും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കൊന്നും കൊലവിളിച്ചു മോദി ഭരിച്ച 10 വർഷത്തിൽ പൊലിഞ്ഞത് നിരവധി നിരപരാധികളുടെ ജീവനാണ്. അതിനൊക്കെ തന്നെ ഒരിക്കൽ മോദിയും മോദി പരിവാരങ്ങളും ഉത്തരം പറയുക തന്നെ വേണം. അതിനുള്ള ദിവസം വിദൂരമല്ല എന്നതാണ് സത്യം.